ഗായ്സ്, നമുക്കിന്നൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കിയെടുത്താലോ? വയോ ഇതിൻ്റെ ഇതെടുക്കാം. ഇതിന് നല്ല കട്ടിയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എടുക്കാം. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന 2 എണ്ണമാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കാം. ഇതിൻ്റെ അടുത്തുള്ള ഇങ്ങനത്തെ പേപ്പർ കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ പേസ്റ്റിൻ്റെ ഇങ്ങനത്തെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നമുക്ക് 2 കഷ്ണങ്ങളാക്കി, ഇത് നമ്മൾ 3 കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതും നമുക്ക് 3 കഷ്ണങ്ങളാക്കി എടുക്കാം. അല്ലെ, നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ പേപ്പർ ഉണ്ട്, ഇത് 3 കഷ്ണമാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ ഡ്രസ്സിൻ്റെ കൂടെയും ഇതിൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന ഇതാണ് ഞാൻ എടുത്തത്. ഇനി നമുക്കിത് 3 കഷ്ണമാക്കി എടുക്കാം. ഇതും 3 കഷ്ണമാക്കി എടുക്കാം. ഇതേപോലെ 3 മുറിച്ചിട്ടുണ്ട്. നമ്മുടെ ഡ്രസ്സിൻ്റെ കൂടെ കിട്ടുന്ന ഇതും ഇതേപോലെ 3 ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും നല്ല ക്യൂട്ടായിട്ടുള്ള പിക്ചറോ എന്തെങ്കിലും എടുക്കാം. നമുക്ക് വേണേൽ സ്റ്റിക്കർ ഒട്ടിക്കാം, നിങ്ങൾക്ക് വേണേൽ വരയ്ക്കാം. ഞാനിപ്പം വരയ്ക്കുകയാണ് ചെയ്യുന്നത്. പേപ്പർ എടുത്തിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒന്ന് റെയിൻബോവും ഒന്ന് സ്മൈലിയും ആണ്. അപ്പം നമുക്ക് വരച്ചെടുത്തിട്ട് കാണാം. സ്കെച്ച് പെൻ വെച്ചിട്ട് 2 കണ്ണും മൂക്കും വരച്ചിട്ടുണ്ട്. എന്നിട്ട് ക്രയോൺസ് വെച്ചിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് റെയിൻബോ ഇതേപോലെ വരച്ചെടുക്കാം. ഇതെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് റെയിൻബോ വരക്കാം. ഇതേപോലെ വെട്ടിയെടുക്കാം. ഇനി നമുക്ക് ഈ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ 3 ആക്കിയില്ല, അതും നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ട് കാണാം. ഇത് വെച്ചിട്ട് ഇതേപോലെ ഇതിൻ്റെ മേലെ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒട്ടിക്കാൻ പാടില്ല, അപ്പം നമുക്ക് ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ വൈറ്റ് കാണുന്ന സ്ഥലത്ത് മാത്രം ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇനി മറ്റേതുപോലെ തന്നെ നമ്മുടെ മറ്റേ പശ കൊണ്ടുണ്ടാക്കിയ അതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ 3 ഇതേപോലെ ഒട്ടിച്ചെടുത്തത് കേട്ടോ. പശ വെച്ചിട്ട് ഈ ഒരു സ്മൈലി ഒട്ടിച്ചെടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ഇതേപോലത്തെ റെയിൻബോ അതേപോലെ പശ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള എഴുതാം. ഞാനിപ്പോൾ എഴുതുന്ന ക്യൂട്ട് ആൻഡ് സ്വീറ്റ് എന്നാണ് എഴുതുന്നത്. ഇതേപോലെ തന്നെ അതിലും ഞാൻ ക്യൂട്ട് ആൻഡ് സ്വീറ്റ് എന്ന് എഴുതിയെടുത്തിട്ട് കാണാം. സ്കെച്ച് പെന്നുകൊണ്ട് ഞാൻ എഴുതിയെടുക്കുന്നത്. ഇതുപോലെ എഴുതിയെടുക്കാം. ഇപ്പം നമ്മുടെ ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വർക്കിംഗ് ആണോ നോക്കാം. ഞാനൊരു ബുക്ക് എടുത്തിട്ട് ഇപ്പം വരാം. എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടാൽ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ഇതേപോലത്തെ റെയിൻബോ ഉണ്ടാക്കിയില്ലേ, അതും ഇനി നമുക്ക് ഇതേപോലെ വെച്ച് നോക്കാം. വർക്കിംഗ് ആണോ നോക്കണ്ടേ? റെയിൻബോവും ഞാൻ വെച്ചിട്ടുണ്ട്. 2ഉം വർക്കിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. ബൈ.